ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ. ഇത് വെജ് കേരളയുടെ സ്വന്തം റെസിപ്പിയാണേ. ചോറിന് ബെസ്റ്റ് കോമ്പിനേഷനാണ്. വേണമെങ്കിൽ ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. ഇതിനു വേണ്ടി ഞാനൊരു 150 ഗ്രാം സോയാ ബോൾസ് എടുത്തിട്ടുണ്ട്. ചെറുതാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സോയ ചങ്ക്സ് എടുക്കാം. ക്രഷ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. ആദ്യം നമുക്ക് സോയ ചങ്ക്സ് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ആവശ്യത്തിന് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും, 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം അധികം ഉള്ളതുകൊണ്ട് അതിന് കണക്കാക്കി കുറച്ചധികം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നമ്മൾ സോയ ക്രഷ് ചെയ്യുമ്പം ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ സഹായിക്കും. എന്നാലും കുറച്ചൊക്കെ സ്റ്റിക്കിനെസ് ഉണ്ടാവും കേട്ടോ. ഇപ്പം വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമ്മൾ സോയ ചങ്ക്സ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് എല്ലാ സോയ ബോൾസും വെള്ളത്തിൽ മുങ്ങുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ സോയ ബോൾസ് വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഈ സ്റ്റെപ്പ് അറിയാവുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഉപ്പേരി ഉണ്ടാക്കുന്ന പോർഷൻ മാത്രം കാണാം. ഒരു 1.5 മുതൽ 2 മിനിറ്റ് വരെ മാത്രം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് കോരി മാറ്റാം. ഇതിപ്പോൾ എല്ലാ സോയ ബോൾസും വെള്ളത്തിൽ മുങ്ങി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലോണം പഫപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ സോയ ബോൾസ് എല്ലാം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല സോയ ബോൾസിലുള്ള വെള്ളം മാക്സിമം പിഴിഞ്ഞ് കളഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കുന്നതാണ് ഇത്. ഇനി ഇത് നമ്മുടെ നോർമൽ മിക്സിയിലേക്ക് ഇട്ടിട്ട് ചെറുതായി 2 പൾസ് കൊടുത്ത് എടുക്കാം. ഇത് കുറച്ചായിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവാതെ നമുക്ക് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ചില സോയ ബോൾസ് അതേപടി കിടക്കുന്നത് കാണാം. അതൊന്നും കുഴപ്പമില്ല. ഒരുപാട് അരയരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് തോരൻ അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കുന്ന സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഞാനൊരു പാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 മുതൽ 4 ടീസ്പൂൺ വരെ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കടുകൊന്ന് പൊട്ടുന്നത് വരെ. അപ്പോഴേക്കും ഉഴുന്നും ഒന്ന് ചെറിയ ബ്രൗൺ നിറമായിട്ട് വരും. അതിനുശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 4 വറ്റൽ മുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയും. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു 4-5 സെക്കൻഡ് നേരത്തേക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചതച്ച് വെച്ച വെളുത്തുള്ളിയാണ്. ഒരു 5 മുതൽ 6 വരെ വെളുത്തുള്ളി അല്ലികൾ നമുക്ക് ഉപയോഗിക്കാം. തോലോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം ക്ലീൻ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വെളുത്തുള്ളിയുടെ തോല് നല്ലൊരു ഫ്ലേവർ തരും. ചെറുതായിട്ടൊന്ന് കാരമലൈസ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 നല്ല എരിവുള്ള പച്ചമുളക്. ഇതിലേക്ക് എരിവ് വരുന്നത് ഇതിലൂടെയാണ്. പിന്നെ ഒരു 100 ഗ്രാം വല്യുള്ളി പൊടിയായി അരിഞ്ഞത്. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഉള്ളി ബ്രൗൺ ആവണമെന്നൊന്നുമില്ല. നല്ലതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇനി നിറത്തിന് വേണ്ടി നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഫൈനൽ റിസൾട്ടിൽ നിറത്തിലൊരു ചെറിയ വ്യത്യാസം വരുന്നേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വഴറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ മഞ്ഞൾപ്പൊടിയുടെ നിറം ഒന്ന് കുറച്ച് നല്ല ബ്രൈറ്റായിട്ട് വരുന്നത് കാണാം. മുളക് പൊടി ചേർക്കുന്ന ഭാഗം മിസ്സായിപ്പോയി. എങ്കിലും ചേർത്ത് കഴിഞ്ഞിട്ടുള്ളത് കണ്ടാൽ നിങ്ങൾക്കറിയാം എന്തൊരു ആ നിറത്തിൽ വരുന്ന വ്യത്യാസം അറിയാം.
രണ്ടും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച സോയ ചങ്ക്സ് ആണ്. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ കളറും അതിലെ രുചിയും മണവും എല്ലാം ഒക്കെ ഒന്ന് ബ്ലെൻഡ് ആകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഒഴിവാക്കാം, വേണമെങ്കിൽ ഉള്ളിയും ഒഴിവാക്കാം. ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കിയാലും ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടമുള്ളവർ മാത്രം വെളുത്തുള്ളിയും ഉള്ളിയും ചേർത്താൽ മതി. അത് രണ്ടും ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. ഞാൻ 2 രീതിയിലും വെച്ച് നോക്കിയിട്ടുണ്ട്, രണ്ടും എനിക്കിഷ്ടമാണ്. നമ്മൾ എത്രയൊക്കെ പിഴിഞ്ഞെടുത്താലും സോയയിൽ ഒരു മോയ്സ്ചർ ഇപ്പോഴും ഉണ്ട്. അതും നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം, 2-3 മിനിറ്റിനുള്ളിൽ തന്നെ. ഇതാ 3 മിനിറ്റ് നേരം നമ്മൾ വഴറ്റിയിട്ടുണ്ട്. തുടർച്ചയായി വഴറ്റണമെന്ന് ഞാൻ പറയില്ല, ഇടയ്ക്കൊന്ന് നിർത്തി പിന്നെ വഴറ്റി അങ്ങനെ എടുത്താൽ മതി. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് മോയ്സ്ചർ കണ്ടൻറ്റ് കളയാൻ പറ്റും. ഇടയ്ക്കൊന്ന് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ പല പോർഷൻസ് ഒന്നും മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അത് നല്ല ടേസ്റ്റുമാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്, ഒന്ന് കണ്ട് നോക്കണേ. നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും ഒഴിവാക്കിയാലും ഗരം മസാല ഒഴിവാക്കല്ലേ കേട്ടോ. ഇതെന്തായാലും ആഡ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗരം മസാലയുടെ ആ ഫ്ലേവറെല്ലാം മുഴുവൻ ആ ഉപ്പേരിയിൽ തോരനിലും മുഴുവനും ആവട്ടെ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 കപ്പോളം, 1 കപ്പ് വരെ എടുക്കാം, ചിരകി വെച്ച തേങ്ങയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ തേങ്ങയിലും മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ. പക്ഷേ എന്നാൽ തേങ്ങയുടെ ഫ്രഷ്നെസ് പോകാതെ നോക്കണം. തേങ്ങ ചേർത്ത് കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ നമുക്ക് തീ ഓഫാക്കി വെക്കാം, അത്രയും ചൂട് മതി. ഇതാ കണ്ടോ, തേങ്ങയിലേക്കും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കിയിരിക്കുകയാണ്. ഈ ഉപ്പേരിക്കകത്തുള്ള ചൂട് മാത്രം മതി തേങ്ങയ്ക്ക്. അതിൽ കൂടുതൽ നമ്മൾ ഫ്രൈ ചെയ്യുകയൊന്നും വേണ്ട. തേങ്ങയുടെ ഫ്രഷ്നെസ് കഴിക്കുമ്പോൾ തേങ്ങയുടെ ഫ്രഷ്നെസ് നമുക്ക് അറിയാൻ പറ്റണം. അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ഉണ്ടാക്കാം കേട്ടോ. കൂടുതൽ തേങ്ങ വറുത്ത് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. പക്ഷേ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇത് പോകും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.